ഇന്ന് കർക്കിടക മാസത്തിലെ കർത്തവാവാ. മോഹൻ ടെൻഷൻ അടിക്കണ്ട. ജീവിതം മുഴുവൻ ഇരുട്ട് കയറിയ രാമുവിന്റെ കഥയല്ലേ ഇത്. നമുക്ക് കർത്തവാവിന് തന്നെ തുടങ്ങി ഒന്ന് പരീക്ഷിക്കാം. നമ്മുടെ രാജാമണി അഭിനയിച്ച് ഗംഭീരമാക്കിയാൽ ഈ പടം വിജയിക്കും, ഉറപ്പാ. യൂസഫ് സാറേ, ഏതായാലും ഈ പടത്തിലെ ക്യാമറ തകർത്ത് അഭിനയിച്ചിരിക്കും, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഉഗ്രൻ ലൊക്കേഷൻ അല്ലേ, ഇനിയെല്ലാം മണിയുടെ കയ്യിലാ. ഹരിസാർ എടുക്കണ ഈ റിസ്ക് കാണുമ്പോ പേടിയാവേട്ടാ. എന്നെ ഇട്ടെന്റെ പേരില് കൂടെ അഭിനയിക്കാൻ പോലും ആളെ കിട്ടാനില്ല. നീ ഒന്ന് ചുമ്മാരി. മലയാള സിനിമയിൽ നല്ല മനസ്സുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്ക് നോക്കാടാ. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ഇല്ലാതെ ഇങ്ങനെ ഒരു വിജയം ആരും പ്രതീക്ഷിച്ചില്ല. ഹരിസാറേ, ഈ വരുന്നവന്റെ ടൈമാ. എന്താടാ മണി, സന്തോഷമായോ? സന്തോഷം ആയില്ലെന്നോ? ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല സാറേ. അയ്യോ, മരിച്ചേക്കല്ലേ? അതെന്താ സാറേ? എനിക്ക് നിന്നെ വെച്ച് കുറെ പടം എടുക്കണം. സന്തോഷം കൊണ്ട് എനിക്കിപ്പോ ചാവണമെന്ന് പറഞ്ഞ് കിടക്കാ സാറേ ഇവനിപ്പോ. ഒത്തിരി നന്ദിയുണ്ട് സാറേ. ശരിക്കും നിന്നോടാ നന്ദി പറയേണ്ടത്. ഞാൻ പ്രതീക്ഷനേക്കാൾ നീ കസറി. സാറേ, എല്ലാരും പറയണത് നമ്മൾ ഈ പടം അവാർഡിന് അയക്കണോന്നാ. നോക്കാം. പക്ഷെ ഈ അവാർഡ് ലോബിയില്ലാത്ത നമ്മൾ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുവരെ എഴുതി തീർന്നില്ല. മൊത്തം തെറ്റാണല്ലോ. ഒന്നില്ലേ നീ സ്കൂളിൽ പോയല്ലടാ, കറുത്ത അല്ല റമ്മിന്റെ ശരിയാക്കി എഴുതടാ. എന്റെ പൊന്നു രാജ തീവ്രത മനുഷ്യ ചിരിക്കല്ലേ, റൂ ആണ്, ഉറുമ്പിന്റെ റൂ. തീരുമാനിക്കണം, ഞാൻ കാണിച്ചുതരാം. സുഖം നീ കറക്റ്റായിട്ട് എഴുതടാ. എടാ ഇറാണിത്, അങ്ങനെ നമ്മൾ പറയുമ്പോ അങ്ങനല്ലേ, കറുത്ത. സുഖം ഇങ്ങനെ ചന്ദ്രക്കലിട്ടാണ് റമ്മിന്റെ ഇന്നത്തെ മീൻ എന്റെ വകയാ. ആയിക്കോട്ടെ, ഇത് ഏത് വീരദോഷിയാണ് എഴുതിയേക്കുന്നത്? ഇവന്മാരെ സ്കൂളിൽ പോയിട്ടില്ല. നീ 5ാം ക്ലാസ് വരെ പോയതല്ലേ? കുറുപ്പിന്റെ റൂ, കറുത്ത മുത്ത്, ഇതാടാ ശരി. അതെ, ഞങ്ങളല്ല കാശ് തരുന്നത്, ഞങ്ങള് പറയുന്ന പോലെ എഴുതിയാ മതി. റമ്മിന്റെ അതാ ശരി. എടാ ഇങ്ങനെയാണ് റമ്മിന്റെ നിന്റെ അമ്മയുടെ തല എന്നെ കൊണ്ട് പറ്റുന്ന ഉണ്ടാക്കാനൊന്നും മണിക്ക് ഫോൺ വന്നു, വേമ്പാ വാ. നീതി എഴുതിയിട്ട് പോയാ മതി. കുറുപ്പിന്റെ റൂ, കറുത്ത മുത്ത്. തട്ടല്ലേ എടുത്തോ. ഇതാണ് എരിവും പുളിയുള്ള കൊടുക്കണ സ്കോച്ച് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിട്ട് പറ്റിയ പൊട്ട രണ്ടിനടിയാണ്. അതെ, എന്തായി തീരുമാനമായോ? എന്ത് തീരുമാനമാവാൻ, അത് ഉറപ്പല്ലേ? ഇത്തവണത്തെ ദേശീയ അവാർഡ് എന്റെ രാജാവണിക്ക്. ഹലോ, മാതൃഭൂമിന്നാ. ഓ, സന്തോഷം കേട്ടോ. മണി ചെലവുണ്ട്. നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്ക് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാ അതൊരു സന്തോഷം തന്നെയാ. ഓ, ഇങ്ങടേക്കോ? ആയിക്കോട്ടെ. ഡാ,
ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അവരെല്ലാം കൂടെ ഇങ്ങോട്ട് പറഞ്ഞു. നീ ഒന്ന് നോക്കിക്കോണേ. എടാ ആ കാര്യം ഞാൻ ഏറ്റ്. ആ നീ ഒരു കളർഫുൾ ഡ്രസ് എടുത്തിട്ടാ നോക്ക്. ടിവിയിലും പത്രത്തിലൊക്കെ വരാനുള്ളല്ലേ. തിരക്കാ. എടാ മണി, ഈ ദേശീയ അവാർഡ് എന്ന് വെച്ചാല് എത്ര കിട്ടും? ഒരു 19 ലക്ഷം കിട്ടും. 25,000 എന്നാ പറഞ്ഞേ. 25,000? ആ ഇന്നത്തെ ചെലവിന് 3-4 ലക്ഷം രൂപ വരും. ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരു അംഗീകാരല്ലേ, കാശല്ലല്ലോ വലുത്. പറഞ്ഞാല് മണിച്ചേട്ടാ ദാ ഹലോ ഹലോ. ഇത് പൊളിച്ചുട്ടോ. എന്റെ ഭാര്യക്ക് സൗന്ദര്യ സങ്കല്പുണ്ട്. ഞാൻ വിശ്വസിക്കൂല. അതെന്തേ? അങ്ങനെയാണ് നിന്നെ കിട്ടൂല്ലോ. ഹലോ, എന്തായി സാറേ? ആണോ? ഓ താങ്ക് യു സാർ. എടാ ഡൽഹിന്നാ ഏതാണ്ട് ഉറപ്പിച്ചു. റമ്മിന്റെ റാ, ഒരുത്തന് ഉറുമ്പിന്റെ റു. പഠിക്കാനും പോകില്ല. ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതിയത്? പറയടാ. കുഴഞ്ഞല്ലേ ഈശ്വര. രാമപ്പന് കുറുപ്പിന്റെ റൂ ആണോ അതോ റമ്മിന്റെ റായാണോ വേണ്ടത്? നിന്റെ അപ്പന്റെ അപ്പന് റാ ഇല്ല രാമപ്പ. എന്റെ മോനെ കറുത്ത മുത്തുന്ന് എഴുതാൻ ആരടാ പറഞ്ഞത്? കറുത്തതല്ലേ? എന്റെ പെരുങ്കാളിയമ്മേ, ഈ രാജാമണിക്ക് അവാർഡേ കിട്ടണ്ടായിരുന്നു. ഇത് പേരെ എഴുതുന്നത് നിന്റെ അപ്പൂപ്പന്റെ കറുത്ത. ഇവിടെ വെളുത്ത. ആരാ? ഹരിസാറ്. ഹലോ, ഹരിസാറുണ്ടോ? ബോബി, നമുക്കിത് അവിടുന്ന് ഡൗണിൽ നിന്ന് അപ്പിലോട്ട് പോയി അതാ ഫ്രെയിം. സാറേ രാജാമണി അവിടെ പ്ലാൻ ചെയ്തോ. എന്താടാ സാർ അറിഞ്ഞോ? എന്താ വിശേഷം? അവാർഡ് നമുക്കന്ന്. ആ ഞാനും കേട്ടു. നീ ഇപ്പൊ ഇത് ആരോടും പറയണ്ട, അനൗൺസ് ചെയ്യട്ടെ. അല്ല, ഡൽഹിന്ന് നായർ സാറ് വിളിച്ചിരുന്നു. ഓഹോ, എന്നിട്ട് ഏതാണ്ട് തീരുമാനമായിരുന്ന സാറേ പറഞ്ഞേ. ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ആൾക്കാർക്ക്. മിമിക്രി ആണെന്ന് പറഞ്ഞ ഒരിക്കൽ സ്റ്റേറ്റ് അവാർഡ് റിജക്ട് ചെയ്ത് അറിയാലോ. അത് മറക്കണ്ട സാറേ. ഞങ്ങളിവിടെ ആഘോഷമൊക്കെ തുടങ്ങി. സാറ് വരുമോ? ഞാനിവിടെ മദ്രാസിലാ. ഓ ആണോ? ഓക്കെ സാറേ. വേഗം എടുക്കടാ, അല്ലേ വേഗം ഓടും. ഇത് കറക്റ്റായിട്ട് പൊട്ടുവോ? ടിവിയിൽ ന്യൂസ് വന്ന സാധനം അപ്പൊ പൊട്ടിരിക്കും. അങ്ങോട്ട് മാറിയെന്നോ, അല്ലെങ്കിൽ നിന്റെ അണ്ണാക്ക് വെച്ച് ഞാൻ പൊട്ടിക്കും. അതെ, ദേശീയ അവാർഡ് മേടിച്ച രാജാമണ്ണ അഭിനയം പഠിപ്പിച്ച് സുഖു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്നോട് കളിച്ചാണ്ടല്ലോ. ടി വി കാണിച്ചോ? എന്തുകൊണ്ട് കോലാണത്? എന്താടാ ഇത്? എന്താ ഞാൻ മേടിക്കട്ടുന്ന പരീക്ഷ നോക്കിയാ എവിടെ നിന്റെ മോത്ത? ഇത്രയ്ക്ക് ആഘോഷമൊക്കെ വേണോ? വേണം. മച്ചാനെ നീ പേടിക്കണ്ട, ഇത് നമ്മൾ കിടുക്കും. ചാലക്കുടി മാത്രമല്ല, കേരളം മൊത്തം നിന്ന് ഞെട്ടും. ഞെട്ടും ചിലപ്പോ ഞൊട്ടും. എടേ, അഭിനയം അറിയില്ലെന്നും പറഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് അവസാന നിമിഷം തെറിച്ചു പോയി ഓർക്കുന്ന നല്ലതാ. നീ ഇത് കുടിക്കണ്ട പാട്ടി. എടാ, ഈ സ്റ്റേറ്റ് അവാർഡ് പോലത്തെ പീക്കിരി അവാർഡ് അല്ല, പിന്നെ ദേശീയ അവാർഡാണ്. വിവരമുള്ളവർ കൊടുക്കുന്ന അവാർഡ്. ദേശീയ അവാർഡ് പോയി ടി വി നോക്കണം. എങ്ങനെയുണ്ട്? കറുത്ത വെളുത്ത മുത്തിന് കൊള്ളാം, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. മികച്ച ചിത്രത്തിന് വാസന്തിയും ലക്ഷ്മിയും കഥകളിയും അവസാന റൗണ്ടിലുണ്ട്. മികച്ച നടനുള്ള നോമിനേഷനിൽ മലയാളത്തിൽ നിന്നുള്ള 2 പേരാണ് അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നത്. മിമിക്രിയിലൂടെ സിനിമയിൽ സജീവമായ അഭിമാന താരം രാജാമണിയായിരിക്കും മികച്ച നടനെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാനും മിനിറ്റുകൾക്കകം അവാർഡുകൾ പ്രഖ്യാപിക്കും. ദേശീയ ചലച്ചിത്ര അവാർഡിനെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. മികച്ച ചിത്രമായി മലയാള ചിത്രം കഥകളി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫ്രഞ്ച് ഗവൺമെന്റുമായി സഹകരിച്ച് ചെയ്ത ചിത്രമാണ് കഥകളി. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മികച്ച നടനുള്ള പുരസ്കാരം രാജാമണിക്ക് നഷ്ടമായിരിക്കുന്നു. രാജാമണിക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. വാസന്തിയിലെ അന്ധഗായകനെ അവതരിപ്പിച്ച രാജാമണിക്ക് മികച്ച നടനുള്ള പുരസ്കാരം അവസാന നിമിഷം നഷ്ടമാവുകയായിരുന്നു. പിന്നെ അവരവനെ ചതിച്ചു. വണ്ടി ഇറക്കാൻ പറ. തോപ്പിക്കാൻ നോക്കുക. പേടിക്കാനൊന്നുമില്ല. സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മുടെ പണി ഇങ്ങനെയാ, തലയുറ്റി വീഴും, ചിലപ്പോ ബോധം പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തോള പെണ്ണീനെ കെട്ടണ്ടെന്ന്.
ചന്തുള്ള പെണ്ണിനെ കെട്ടിയ മൂലോ ആയുസും പോയെന്റെ അഴകും പോയി. 15 ഏക്കർ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൃഷിഭൂമിക്ക് ഇപ്പൊ വിലയില്ല. മാപ്പിള പറഞ്ഞ വിലക്ക് ഈ കച്ചവടം ചിന്തിക്കേ വേണ്ട. നിവൃത്തിയിടുകൊണ്ടാ ഒരു സഹായമായിട്ടെങ്കിലും. നമ്മൾ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ ആൾക്കാരല്ലേ. മേടിച്ച കാശും പലിശയും കൂട്ടിയാ ഇപ്പൊ തന്നെ എത്ര ലക്ഷമായെന്ന് അറിയാവോ? പിന്നെ ബാങ്ക് ലോണും ശരിയാവില്ല മാപ്പിളെ, ശരിയാവില്ല. മോളുടെ കല്യാണ ഇതോടെ മുടങ്ങിയാല് ഞാനാണോ മുടക്കണത്? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. മണ്ണിനോടും കൃഷിയോടും തോന്നിയൊരു മോഹത്തിന്റെ പേരിൽ വന്ന ബാധ്യതയാ. ഈ അവസ്ഥയല്ല കൈവിടരുത് ദയവായി. ഞാൻ എന്ത് ചെയ്യാനാ മാപ്പിളെ? ബാങ്കുകാർ ഈ സ്ഥലം ജപ്തി കണക്ക് നോക്കിയെടുത്തോളം അവർക്ക് ഈ തുക കൊണ്ട് മതിയാവേ ഇല്ല. ഈ പേരെയും പറമ്പ് പോവും. അതുകൊണ്ട് ബാങ്ക് ലോൺ ഞാൻ അടക്കാം. എനിക്ക് തരാനുള്ള 32 ലക്ഷം രൂപ ഞാൻ ഒഴിവാക്കുകയും ചെയ്യാം. എന്താ പോരെ? ചതിക്കരുത്. മോളുടെ കല്യാണ ചെലവിന് ഒരു 10 ലക്ഷം രൂപയെങ്കിലും. ഇത് 3ാമത്തെ ആലോചനയാണ്. ഇതും കൂടെ നടന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കർഷകൻ ആത്മഹത്യ ചെയ്താൽ കടം സർക്കാർ എഴുതിത്തള്ളു. ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്തിയും ഭീഷണിയൊക്കെ ഉള്ളൂ. അപ്പം മോളുടെ കല്യാണവും നടക്കും, കടവും തീരും. നിങ്ങളിത് എന്താ തമ്പര? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞൂടെ? അതെ, എല്ലാം കഴിഞ്ഞ് ഒരു 2 ലക്ഷം വേണേ തരാം. വേണ്ട. നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുമ്പോഴും എമ്പ്രാൻ എന്നെ ഓർത്തില്ലല്ലേ? എന്റെ മോനിപ്പ് രാജാവാ, കണ്ടില്ലേ? നിങ്ങൾ ചോദിച്ചാൽ അവൻ എന്തും തരുമല്ല. എമ്പ്രാൻ എത്ര കടയുണ്ട്, അത് ഞാൻ വീട്ടും. ആലീസിന്റെ കല്യാണം നമുക്ക് ഗംഭീരായിട്ട് നടത്തണം. അതിനെത്രയാ വേണ്ടാച്ചാ ചോദിച്ചോ. ഇതൊക്കെ മുകളിലിരിക്കുന്നവന്റെ ഒരു കറക്കിക്കൊത്തില്ല തമ്പര. അതൊന്നും നമുക്ക് തടയാൻ പറ്റൂല. ജോസേ, എമ്പ്രാൻ എത്രയാ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേക്ക്. പ്രമാണൊക്കെ നമുക്ക് സൗകര്യം പോലെ ശരിയാക്കാം. ജോസ് നമ്മുടെ മാനേജരാ. നമസ്കാരം. അപ്പൊ മുതലാളി വിട്ടോ, നിങ്ങളുടെ കാശ് വീട്ടിലെത്തും. ഞങ്ങള് ബിസിനസ് ഒന്ന് സംസാരിക്കട്ടെ. നിന്റെ അച്ഛൻ്റെയും വിയർപ്പ് വീണ മണ്ണായത്. അത് നിന്റെ കയ്യിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എംബ്രാനിപ്പോ ഹാപ്പി ആയില്ലേ? നമുക്കൊന്നും പൊട്ടിച്ചാലോ? പഴയ പോലെ വാറ്റല്ല, സ്കോച്ചാണ്, സ്കോച്ച്. ഷുഗർ പിടിച്ച പശുവിന്റെ പാലാണ്. കുറച്ച് ഗോമൂത്രോട് മിക്സ് ചെയ്തിട്ടുണ്ട്, നിന്റെ തലയിലോട്ട് ഒഴിക്കട്ടെ. അയ്യോ വേണ്ടേ, ഞാൻ സൂപ്പർ സ്റ്റാർ ആയി പോവും. സൂപ്പർ സ്റ്റാർ രാജ്കുമാർ ജഗജാല കില്ലടക്കി ഏതാ ടിക്കറ്റ് കൂടി മാത്രം. വാ വാ വാ. ഇതാണ് സാറേ, സാറിന് ഫ്രീ പാസ് ആട്ടോ. വേണ്ട, ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ടോളാം. പിന്നെ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിന്റെ സിനിമ ഫുള്ളാകുന്നതിന് മുമ്പ് ഈ പൂഞ്ഞാലി രാജാവിന്റെ സിനിമ ഫുള്ളാകുന്ന കാശ് വാരി എറിഞ്ഞിരിക്കാനുള്ളത്. നിങ്ങൾ പോവാൻ കറ്റിക്കുന്ന ആൾക്കാരെ കരുമാറുകയാണെങ്കിൽ ഡയലോഗ് തിയേറ്ററിൽ കേൾക്കാണ്ട് വന്നാ മലപ്പുറം കത്തിയാണ് നിങ്ങളുടെ പൂളിക്കളയും. രാജ്കുമാറിന് എനിക്ക് പ്രശ്നമല്ല. ഞാൻ രാജ്കുമാർ സാറിന്റെ പടത്തിൽ ഡയലോഗ് പറഞ്ഞല്ലേ അഭിനയം പഠിക്കാൻ. മോർണിംഗ് ഷോ കരിമാണി പുള്ളേ. അതിനിടയ്ക്ക് ഒരു ബോർഡ് വിട്ടാ. ശശിയണ്ണ, പാലിന്റെ കാശ് എത്ര ലിറ്റർ? 100. രാജ്കുമാർ സാറിന്റെ വലിയ ശരീരം നനഞ്ഞു വരണ്ടേ, അപ്പൊ അത്രയും പാല് വേണ്ടെന്ന്. 10 ലിറ്റർ പാല് 90 ലിറ്റർ വെള്ളം ചേർക്കുള്ളൂ. അത് നിങ്ങളുടെ തന്ത. എനിക്ക് എന്റെ തന്തയെ പോലെയാണ് രാജ്കുമാർ സാർ. അങ്ങേരുടെ പാല് ഞാൻ വെള്ളം ചേർക്കോ? അങ്ങേരുടെ പാലോ? നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ പശുവാണ്. എന്റെ ശശിയാണ് ഇതിന് വെള്ളം ചേർത്തെന്താ? നിങ്ങൾ എന്റെ പേരിൽ 300 ലിറ്ററിന് കണക്കെടുത്തി എടുക്കൂലേ? ആ കാശ് അങ്ങോട്ട് കൊടുക്കാൻ അങ്ങോട്ട്. ഞാനാണ് പറയേണ്ടത്, അവരല്ലേ? നീ അവിടെ പോയി ചോദിക്കടാ. ചോദിച്ചിട്ട് നിവർത്തിയില്ല മനുഷ്യന്. ഓ
തിയേറ്ററിൽ ആള് തീരില്ല നമ്മളുടെ ഫാൻസാരെ കണക്കല്ലേ കരുമാടിക്ക് കൂവാൻ കയറ്റിയത്. ആ രാജ്കുമാർ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വന്നേരെങ്കിലും പുള്ളിയുടെ പടത്തിന് കയറ്റിക്കൂടെ? നിങ്ങൾ കൂവാൻ കയറ്റിയ ആൾക്കാരൊക്കെ മണിയുടെ പടം കണ്ട് കൈയടിക്കാണ്. ഒന്ന് പോയാടാ അവിടുന്ന്. രാജ്കുമാർ സാറിന്റെ പടത്തിനെ മോർണിംഗ് ഷോക്ക് അല്ലെങ്കിൽ ഇത്തിരി ആള് കുറയും. മാറ്റിനെ ഒന്ന് നോക്കിക്കോ, പൂരത്തിലുള്ള ആൾക്കാരുണ്ടാവും. തേക്കങ്ങാട് മൈതാനിലായിരിക്കും. നീ വന്ന് ആ ചെണ്ടക്കാരോട് മാറ്റിക്കേറ്റ് ഇക്കടക്കിന് ആരും കയറാൻ വഴിയില്ല. ഷോ കഴിയുമ്പോ ഊണ് മേടിച്ചു കൊടുക്കുവോ? ഊടൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞോട്ടേക്ക് ഇനിയിപ്പോ അയാളടുത്ത് എന്തെന്ന് പറയും. 1 മണിക്കൂറായി തുടങ്ങിയിട്ട് എന്റെ കോപ്പിലൊരു ഫോൺ വിളി. ഇങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ആകുമ്പോഴാണെന്ന് റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. മുമ്പ് ആലുവ എടുത്തോണ്ടോ? ശരി സാർ. അവനെ ഒരു മിൽക്ക് ഷേക്ക് കൂടെ എടുത്തോ, ഇത്തിരി ബദാം കൂടെ ഇട്ടോ. ശരി സാർ. ഒരു വല്ലാത്ത പരിപാടി. ഇപ്പൊ എത്ര നേരം ചൊറിഞ്ഞിട്ടിരിക്കാനും വയ്യ. എന്ത് കഷ്ടം നോക്കിയേ. സാറേ സാറേ ഇതെപ്പോ തുടങ്ങും? എനിക്കൊന്ന് മൂത്രമൊഴിക്കാനാ. എന്നാ ഞാൻ ഒഴിപ്പിച്ചു തന്നോ? അപ്പൊ ഇത് ഊരില്ലെങ്കിൽ ചാക്കിനകത്ത് മൂത്രമൊഴിക്കണോ? ഓ ഇങ്ങോന്നെ. എന്താ സാർ? ഈ തൊളവട അവിടെ വെച്ചട്ടെ ഇവിടെ ഒരു തൊളിയിട്. അയ്യോ സാർ. ആ ഒഴിഞ്ഞോടെ കൊണ്ടുവരും. ശരി സാർ. ഓ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ ശാപ്പാടിനൊരു കുഴപ്പമില്ല. വെട്ടി വിഴുങ്ങുക. റിഫ്ലക്ടർ കൊണ്ട് മാറ്റി വെക്കേ. ഞാൻ ആദ്യം സബ്ജക്റ്റ് കേട്ടപ്പോഴേ പറഞ്ഞതാ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. വീണല്ലേ? ഓക്കെ ഓക്കെ. സാറേ മലബാർ കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര പോക്കായിട്ടോ പടം കയ്യിന്ന് പോയി. തിരുവനന്തപുരത്ത് നല്ല കൂവല. അടുത്ത ഷോയ്ക്ക് ആരും ഇല്ലെന്നാ പറയണേ. അപ്പൊ പിന്നെ ഇനി ഇയാളെ വെച്ചെടുക്കണോ? പാലക്കാടും പോയി. എനിക്കറിയായിരുന്നു. ഇതാണ് സാർ. ഇത് കൊള്ളാം. ഇതെങ്ങനെയുണ്ടാ? ഇതെങ്ങനെ? ഇത് നോക്ക് സാർ. മണിച്ചേട്ടാ കരുമാടി കണ്ടു. ആണോ? സൂപ്പറായിട്ടാ. താങ്ക്സ് ഉണ്ട്. ജോസേ ഈ കളറ് രാജുവിന് ചേരുവോ? പടം ഹിറ്റായതിന് നാട്ടുകാർക്ക് മുഴുവൻ ഷർട്ട് വാങ്ങി കൊടുക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ്. ഞാനും. അതാണ് മണി. ഇതാർക്കാ? പെങ്ങന്മാരുടെ കുട്ടിയൊക്കെ. പിന്നെ അയൽവക്കത്തെ പിള്ളേരുണ്ടല്ലോ. കുട്ടി എന്താ പേര്? ചേട്ടൻ മണിച്ചേട്ടന്റെ ആരാ? ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞ പോരാ, ഞങ്ങൾ ചെറുപ്പം മുതലൊപ്പ. ഞാനും. ഉടനെ രണ്ടാണേലും കളറൊന്നാ കണ്ടില്ലേ? കുട്ടിയുടെ പേരെന്താ? സവിത. കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പോടെ കള്ളം പറയാതെ. കിന്നരിച്ചിരിക്കാൻ സാധനങ്ങൾ എടുത്തു കൊടുക്ക. അതെ ഇതാരാ? ഫ്ലോർ മാനേജർ. ഓ തറ മാനേജർ. മണിച്ചേട്ടാ ഒരു ഓട്ടോഗ്രാഫ് തരുമോ? പിന്നെന്താ? പിന്നെ സ്റ്റാഫ് രജിസ്റ്ററിലാണോ നിന്റെ ഓട്ടോഗ്രാഫ്? മാഡം ഞാൻ ആ പേജ് കീറി എടുത്തോളാം. പിന്നെ ജോലി എടുക്കടി. ഒരു ഓട്ടോഗ്രാഫ് വേറെ പണി. മരിക്കടാ. ആ പേനെങ്ങനെ ഓട്ടോഗ്രാഫ് അല്ലേ വേണ്ടു? അതിപ്പോ ബുക്കിൽ തന്നെ ആവണമെന്നില്ലല്ലോ. അതെ കുട്ടിക്ക് ഈ സിനിമാക്കാരെയൊന്നും അത്ര ഇഷ്ടല്ലേ? അതിന് മമ്മൂട്ടി മോഹൻലാലൊന്നും അല്ലല്ലോ. നോക്കട്ടെ. പോരാ. ഒരു പണി കൊടുത്താലോ? കാണിച്ചാരാ കുട്ടി അതെ മൂത്രമൊഴിക്കുന്ന സ്ഥലം ഏതാ? മൂത്രം ഒഴിക്കുന്ന സ്ഥലമേ. നമസ്കാരം സാർ. നമസ്കാരം. അവിടെ എന്താ സംഭവം? ഒന്നുമില്ല. അവരാ മൂത്രപ്പര എവിടെയാന്ന് ചോദിച്ചതാ. ആ കുട്ടിക്ക് അത് ഇഷ്ടായില്ല. ഓ ഒരു നാണോ മാനൂല്ലേ നിങ്ങൾക്ക്? അതെ ഇവിടെ വന്ന കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ട് വന്ന് നിങ്ങളല്ലേ സൂപ്പർവൈസ് ചെയ്യുന്നത്? എന്താ പ്രശ്നം? അല്ല മാഡം ഞാൻ മൂത്രമൊഴിക്കുന്ന സ്ഥലം ചോദിച്ചപ്പോ ഈ കൊച്ചു. എന്താ സുനിത ഇത്? നിനക്കൊന്ന് കാണിച്ചു കൊടുത്തൂടെ? മാഡം മക്കള് വാ ഞാൻ കാണിച്ചു തരാം. പിന്നെ അല്ലാതെ അവളുടെ ഒരു പച്ച സാരിയും അല്ല പച്ച തെറിയോളം പറയണ്ട്. എന്തായാലും 8 പണിയായി പോയി. അവള് 3 ദിവസത്തേക്ക് ഉറങ്ങൂല. സാറേ കാശുണ്ടോടാ? പാന്റിന്റെ പോക്കറ്റിലിട്ടാ മതിയായിരുന്നു. ഇത് വെച്ചോ. പോട്ടെ സാറേ. നിന്നടെ മോനെ ആ കുട്ടികളുടെ ഡ്രസ്സ് ഇത് ചേരുമായിരിക്കും. வணக்கம். நான் மதுரைந்து வந்திருக்கேன். என் பேரு மாணிக்க செட்டியாரு. என் புது படத்துல
சூப்பர் ஸ்டார் ரஜினி சார் தான் ஹீரோ. நீங்க வந்து வில்லனாய் நடிக்கணும். உட்காருங்க சார். வேண்ட தம்பி, உட்காருக்கு டைமே இல்ல. இங்க வந்து உங்களை பார்த்து அட்வான்ஸ் வந்து திரும்பி போனோம். அதுக்கு தானே காலையில ஏர் இந்தியாவில் வந்துட்டேன். പക്ഷെ ഡാറ്റ് അത് പ്രോബ്ലം തന്നെ. அந்த மேனேஜர் உங்ககிட்ட சொல்லலையா? என்ன மேனேஜர் சார், உங்ககிட்ட நேரடியா பேசலன்னு நினைச்சுதான் வந்தேன். நீங்க அட்வான்ஸ் வாங்க சார். இதுல 50 லட்சம் ரூபாய் இருக்கு. அதுக்கு நீங்க கொடுக்கலையே. ഓ മുണ്ട ഓവറാ പേസറേ. ഇത് വാങ്ങ് തമ്പി. അഡ്വാൻസ് തന്നെ ഈ കനത്തിലാവുമ്പോ ശരിക്കും എത്ര ഉണ്ടാവും? തമിഴിലൊക്കെ അതിന് കോടികളാ വാങ്ങുന്നത്. അവന്റെ ഒക്കെ ഒരു ഭാഗ്യേ. അവ മനസ്സ് വെച്ച നമുക്ക് തമിഴിലും തെലുങ്കിലൊക്കെ ചാൻസ് കിട്ടും. ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട്. അതെങ്ങാനൊക്കെ മനസ്സിൽ വെച്ച്. ഏയ്, അതൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ തന്നെയാ സിനിമ. വലിയവരാരാ അവരോട് മുട്ടി ഒരുമി നിൽക്കുക. അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കാം. അതെന്നെ, നീ ഒന്ന് സംസാരിച്ചു നോക്കിയേ, ചിലപ്പോ നടന്നാലോ? ഇപ്പൊ വേണ്ട, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നീടാട്ടെ. എടാ, മണിച്ചേട്ടൻ പോയോ? മേക്കപ്പ് റൂമിലുണ്ട്. സൂക്ഷിച്ചെടുത്ത് വെക്കണേ. ജീവനും കൊണ്ട് ഓടി. നടക്കൂല. ഹായ് ചേട്ടാ. ഇതെന്താ ഇങ്ങട്? വെറുതെ. ഈ ഗെറ്റപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. എന്തൊട്ട് ഗെറ്റപ്പ്. നമ്മളൊക്കെ എന്താല്ലേ? നമ്മളൊക്കെ സാധാരണക്കാരല്ലേ പെങ്ങളെ? പിന്നല്ലാണ്ട്. ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഒക്കെ ഭയങ്കര സ്റ്റാർ ആയില്ലേ? അവിടെ മാത്രമല്ല, മലയാളത്തിൽ നല്ല ബിസിയാ. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയാനാ വന്നത്. എന്തുട്ടാ പറഞ്ഞോ? ഒട്ടാൻ നോക്കുക. എന്താടാ സുഖം? അവക്ക് ആഗ്രഹം ഉണ്ടെന്ന്. ദുരാഗ്രഹാവോ? ടെൻഷൻ വേണ്ട, ഇരിക്കേ, ഇരുന്നിട്ട് സംസാരിക്കാം. ഇരിക്കേ. എന്തുട്ടാ? അത് പിന്നെ എനിക്കൊരു മോഹം, തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിക്കണമെന്ന്. മണിച്ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. ചേട്ടന്റെ അടുത്ത പടത്തില് നടക്കും. പക്ഷെ അവിടെയൊക്കെ എന്നെ പോലത്തെ കറുത്ത നായകന്മാരാ. അതിപ്പോ ഇങ്ങക്ക് ശരിയാവില്ലല്ലോ. മണിച്ചേട്ടാ കളിയാക്കല്ലേ? എനിക്ക് ചേട്ടന്റെ പടത്തിൽ അഭിനയിക്കണം. ഞാൻ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തി തരാം. അത് വേണ്ട, എനിക്ക് ചേട്ടന്റെ കൂടെ തന്നെ വേണം. ഫോൺ എടുക്കടാ. ഇതാരത്? ഹലോ. ആ, ഞാനിപ്പോ വരാം. എന്റെ രാജുവിന്റെ കുട്ടിക്ക് വളരെ സീരിയസ് ആണെന്ന്. എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോണം. വണ്ടി എടുക്കടാ. രാമു, എന്താ പറ്റിയത്? പ്രതീക്ഷ വെക്കണ്ടെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം. ഒന്നുമില്ലടാ. നീ എന്തൊക്കെടി പറ. എന്റെ മോനൊന്ന് രക്ഷിക്കാൻ പറ്റും മണിച്ചേട്ടാ. ടോം ഡോക്ടർ എവിടെയാ? കൺസൾട്ടിംഗ് റൂമിലുണ്ട്. കരയേണ്ടതാണ്. മണിയല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ നമ്മുടെ കുഞ്ഞിനെ കിട്ടും. നീ ധൈര്യമായിട്ടിരിക്കേ. വാ ഡോക്ടറെ. ആ, ഇരിക്കൂ. ഒരു സാധ്യതയില്ലേ? ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് ക്യാഷ് കുറച്ചാകും. ഇവരെ കൊണ്ട് അത്രയും ചെലവ്. ഹാർട്ട് മാറ്റിവെച്ചാ കുഞ്ഞ് രക്ഷപ്പെടുവോ? അങ്ങനെ ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, കാശല്ലേ, അത് നമുക്ക് ഉണ്ടാക്കാം. ഡോക്ടറെ, എവൻ എന്റെ സുഹൃത്ത് മാത്രല്ല, എന്റെ കൂടെപ്പറപ്പും കൂടിയാ. എവന്റെ സങ്കടം എന്ന് പറഞ്ഞാ അത് ഞങ്ങളെയും കൂടി സങ്കട. നീ വിഷമിക്കണ്ട, അവനൊന്നും വരില്ല. ഇല്ലടാ സുഖമേ. നീ തരുന്ന എന്റെ ജീവനാണ്. എന്താടാ ഇത്? കരയാണ്ടിരിക്കേ. 25/3 take on. Action. ഏയ് ഇക്കടറാ.
నన్నేనా ఇదోతున్నా ఏందమ్మా ఇక్కడరా అమ్మా కొంచెం పక్క చెదురా నేను మిమ్మిదే పడిపుండ్రిని నాను పర్వాలేదు. అదేంటి అమ్మా నాను అమ్మ పిలువదేంటి, నాకు నువ్వండి చాలా ఇష్టం. నన్ను తీసుకొని వెళ్ళు. ఎందుకు చెప్పుతాను. ఇప్పుడు నాన్న గట్టిగా కవలించి తీసుకొని ఈ పూజ మీద వేయండి. తీసుకొని కన్నా తీసుకొని ఎక్సలెంట్, వెరీ గుడ్, చాలా బాగున్నారు. നമസ്കാരം. സൂര്യണ്ണ ഈ ബ്ലൂ ലാബിലും തപ്പി എവിടെയൊക്കെ പോയെന്നറിയോ? വല്ല ബ്ലൂ ഫിലിം ആയിരുന്നെങ്കിൽ നിന്ന നിൽപ്പിൽ ഞാൻ സംഘടിപ്പിച്ചാനെ. നീയാണ് മോനെ സാബു യഥാർത്ഥ സെക്രട്ടറി. നിനക്ക് നല്ല ഭാവി ഉണ്ട് കേട്ടാ. എനിക്ക് മധുരവും മധുരാശിയും ഒന്നും ഒട്ടും ഇഷ്ടമല്ല. അല്ല എന്ന് ഞാൻ പറയത്തില്ല, ഒത്തിരി ഇഷ്ടമാണ്. എന്റെ സാബു ഒന്നുകൂടി. വേണ്ട വേണ്ട വേണ്ട, ഇനി സംസാരിച്ചിട്ട് കഴിക്കാം. സൂര്യ ഇപ്പൊ തന്നെ കിണ്ടിയ. ആ കണ്ണനുണ്ണി, ആ ഹരിയുടെ സംഘടന നമുക്ക് പൊളിച്ചെടുക്കണം. അങ്ങേരുടെ കീഴിൽ കുറെ നാളെ നീ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയതല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ കണ്ണനുണ്ണിയെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. അതാ, താരങ്ങളുടെ മുമ്പിൽ മുട്ടുമുടക്കുന്നതിലും ഭേദം പാലാരിവട്ടത്ത് തട്ടുകട നടത്തുന്നതാണ് നല്ലതെന്നല്ലേ അവൻ ഗീർവാണം മുഴക്കിയത്. സംവിധായകൻ ഹരിയെ കൊണ്ട് നമ്മൾ പാലാരിവട്ടത്ത് തട്ടുകട ഇടിയിപ്പിക്കും. തട്ടുകട വേണ്ട, തട്ടുകട വേണ്ട. വേണമെങ്കിൽ കള്ള് ഷാപ്പിട്ടോട്ടെ. പക്ഷേ ഹരി ഇനി താരങ്ങൾക്കേറെ വിരലിയുണ്ടിരുന്നത് വിരല് മാത്രമല്ല, ആ കയ്യും നമ്മൾ വിട്ടും. അതാ എനിക്കും വേണ്ടത്. എന്നെ സിനിമയിലെ ചട്ടം പഠിപ്പിക്കാൻ വന്നവനെ ഇനി സിനിമയിലെ വേണ്ട. ഹരിയെ ഇൻഡസ്ട്രിയിൽ നിന്ന് കെട്ടുകെട്ടിച്ചാലേ 2 സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് എനിക്ക് മാറ്റി മാറ്റി തരാന്നാ പറഞ്ഞിട്ടുള്ളത്. സ്മരണ ഉണ്ടല്ലോ. ഇതുകൊണ്ട് കോളടിച്ചത് ഇപ്പൊ ഇവനാ. ഇവനിനി സൂപ്പർ സ്റ്റാർ പടവേ ചെയ്യുന്നുള്ളൂ എന്ന്. അവൻ വരുന്നുണ്ട്, ഹരിയുടെ അരിമ ശിഷ്യൻ. എല്ലാരും ഉണ്ടല്ലോ. നമസ്കാരം സാറേ. നല്ല ചുള്ളനായിട്ടല്ലടാ. ഇരിക്കാൻ അല്ല, നിലത്തിരിക്കണോ അതോ മടി കയറി ഇരിക്കണോ? ഞാനിവിടെ നിന്നോളാം സാറേ. അല്ല, എന്തുട്ടാ എന്നെ വിളിപ്പിച്ചേ? മലയാള സിനിമയിലെ സംവിധായകരുടെ പുതിയ സംഘടനയുടെ സെക്രട്ടറി കണ്ണനുണ്ണിയ. അയാള് പറയും കാര്യം. എടോ, സംവിധായകൻ ഹരി കലയെ വ്യഭിചരിച്ചുകൊണ്ട്. അയ്യോ, നമ്മുടെ കലയെ വ്യഭിചരിച്ചെന്നോ? അത് ഞാനറിയാം. അയ്യേ, ആ കലയല്ല, കലാരംഗം. അതെ, കലാരംഗത്തെ ആകെ അയാൾ മലീമസമാക്കിയിരിക്കുകയാണ്. അയാളെ നമ്മൾ വിലക്കുന്നു. ഇവനാ നേതാവ്. ഇപ്പൊ ഞാൻ ഹരിസാറിന്റെ പടത്തിലൊന്നും അഭിനയിക്കണില്ല. പക്ഷേ എന്റെ പുതിയ പടത്തിന്റെ പൂജയ്ക്ക് നാളെ തിരികൊളുത്തണ ഹരിസാറാ. ചുമ്മാ ഒരു തിരികൊളുത്തലല്ലേ, ചെയ്തോട്ടെ. അത് വേണ്ട. സാംസ്കാരികപരമായും സാമ്പത്തികമായും ഒരുപാട് അഴിമതികൾ നടത്തിയിട്ടുള്ള ആളാ അയാൾ. ഇനി സിനിമാ രംഗത്ത് വേണ്ട. എന്നാ വേണ്ട. എന്തുണ്ടീ കാണിക്കണീ രമാണിയെ? അയ്യോ, ചേടാ, ഇതെന്തിനടിയാടാ വഴി? ഞാൻ പോലും ഞെട്ടിപ്പോയല്ലോ. ക്ഷമിക്കണം സാറേ, ഇത് ഞങ്ങൾ ചാലക്കുടിക്കാരുടെ ഒരു ശീല. ഒറ്റ വലിയ ആശയം. കണ്ണനുണ്ണി സാറേ, പേടിപ്പിക്കല്ലേ. നാളെ എന്റെ പടത്തിന്റെ പൂജയ്ക്ക് തിരി കത്തിക്കണത് ഹരിസാർ തന്നെയാ. അതെന്റെ ഐശ്വര്യ. ഓ, അങ്ങനെ. യവൻ കൊള്ളാൻ കേട്ടോ. 3-4 പേർക്ക് ഒരുമിച്ചെടുത്ത് അവൻ അടിച്ചത്. നല്ല സ്ട്രോങ്. എന്ത് സ്ട്രോങ്? ഇതിലും വലിയ വമ്പന്മാരെ കൊണ്ട് നമ്മൾ മുട്ട കുത്തി മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ ഗർജിക്കുന്ന സിംഹമായ തിലോത്തമൻ ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ക്രിസ്ത്യൻ ഫാദേഴ്സ് എന്നും ഇംഗ്ലീഷ് പടത്തിൽ നിന്നൊക്കെ നമ്മള് പുറത്താക്കിയില്ലേ? പിന്നല്ലേ ഈ ഊരും പേരും ഇല്ലാത്ത മണി. അവിടെ ആരാധിക്കുന്നേ? ഇടമണിയേ, നീ ഇതുവരെ പോയില്ലയോ? ചേട്ടൻ കടുവ. താനൊന്ന് എഴുന്നേറ്റ് താനിന്ന് രാവിലെ ടി വി കയറി എന്താ പറഞ്ഞത്? തിലോത്തമനിലെ നടൻ മരിച്ചെന്ന് അല്ലേ? നടനം എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ നിനക്ക്? കണ്ണനുണ്ണി പറയണോ? അത് പിന്നെ നിങ്ങൾ തികച്ചും അപക്വമായ രീതിയിലും
അർത്ഥശൂന്യമായ രീതിയിലും താനൊക്കെ കൂടി കലാകാരം വരെ വിലക്കാൻ വേണ്ടി ഇവിടെ കൂടാലോ നടത്തുന്ന അറിഞ്ഞിട്ട് തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. അഴീക്കോടിനെ ഭ്രാന്തനെന്ന് വിളിച്ചോല്ലേ നിങ്ങള്. ഇപ്പൊ നിങ്ങൾക്ക് ഹരിയില്ലാതാക്കണം അല്ലേ? അതിനുവേണ്ടി എന്തു നുണപ്രചരണവും നിങ്ങൾ പറഞ്ഞു വരുത്തും. കണ്ണനുണ്ണി, നീ ഇപ്പൊ സംഘടന ഉണ്ടാക്കുന്നത് സിനിമയിലെ തമ്പുരാക്കന്മാർക്കും നിനക്കും വേണ്ടിയാ. കേട്ടോടാ കണ്ണനുണ്ണി. പക്ഷെ സൂര്യ, നിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ പ്രതീക്ഷിച്ചില്ല. മോനെ പോലായിരുന്നു എനിക്ക്. എന്നെ വിലക്കാൻ തിലോത്തമ ജന ഇമോഷണൽ ആവാതെ ഇങ്ങോട്ടിരുന്നാട്ടെ. എന്താ ഇത്? ദിനേശ, നീയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഷമെന്ന് എനിക്കറിയാം. ഇതിന്റെയൊക്കെ മുഖ്യ സൂത്രധാരനും നീയാ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാലം നിനക്ക് കയ്യാമ വയ്ക്കും. സൂക്ഷിച്ചോ. കണ്ണനുണ്ണി പേടിച്ച്. யாராவது ஓடியது? அது வந்து பெரிய நடிகர் ராஜாமணி சார். எந்த ரூமு? 504. இந்த பேக் என் ரூமில் வச்சுடு சார். ഹരി സാർ, നീ എന്തിനാടാ എന്നെ കണ്ടിട്ട് ഓടിയേ? ഞാൻ നന്ദിയില്ലാത്തോനാ സാറേ. തെമ്മാടി, വെറും തെമ്മാടി. അതിന് നീയൊന്നും ചെയ്തില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്തേലും ചെയ്യാനുണ്ടോ? സാറ് പല പ്രാവശ്യം വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് പിന്നീട് അതേ പടം വേറൊരാളെ വെച്ച് വിളക്ക് എത്തിച്ചു. ഗതികേടാ സാറേ. നീ ചെയ്തതാ ശരി. നീ പറയാറില്ലേ നിന്റെ വളർച്ചയ്ക്ക് ഞാനാണ് കാരണമെന്ന്? നീ മറിച്ചൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ നിന്റെ തകർച്ചയ്ക്ക് ഞാൻ തന്നെയാണ് കാരണമെന്ന് എനിക്ക് പറയേണ്ടി വരുമായിരുന്നില്ലേ? പ്രതീക്ഷകളൊക്കെ തെറ്റുക. ഞാൻ എത്ര വലുതായാലും ആളൊക്കെ ആ പഴയ തെങ്ങേറ്റക്കാരൻ തന്നെയാ. മണി, ജീവിതത്തിൽ എല്ലാ കഷ്ടതകളും സഹിച്ച് ആരുടെയും തുണയില്ലാതെ നീ സ്വയം നേടിയെടുത്തതാ ഈ സ്ഥാനം. അത് നീ നഷ്ടപ്പെടുത്താതെ കൂടുതൽ ഉയരത്തിലേക്ക് പോണം. നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഇവിടെ ആർക്കും ആരെ വിലക്കാനോ തോൽപ്പിക്കാനോ ആവില്ല, മരണത്തിനൊഴിച്ച്. പാടി ദ്രാവിഡ മഹാരാജാവിന്റെ കൊട്ടാരം. അതെ, ഇന്ന് ഞാൻ അവനെ കയ്യാമം വെച്ച് ചാലക്കുടി ടൗണിൽ കൂടെ കൊണ്ടുപോകും. കണ്ടോ, വലിയ കലാപരമായിട്ടാണല്ലോ. ആരും ഇല്ല ഇവിടെ? ഹലോ, എല്ലാരും ഉണ്ടല്ലോ. എന്തുട്ടാ സാറേ ഇങ്ങട് ഒരു കട്ടനായാലോ? ഓ, കട്ടനാണോ? ഞാൻ വിചാരിച്ചു കള്ളായിരിക്കും. ഇന്നലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വെള്ളമടിച്ച് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അവരുടെ പരാതി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞല്ലേ സാറേ? ആര് പറഞ്ഞു? വന്ന് വണ്ടി കയറടാ. കള്ളും കൂടി ചോരന്ന് ഒപ്പിക്കുമ്പോൾ ആലോചിക്കണം. സാറേ, ഞാൻ കുടിയനാണെന്ന് വരുത്തി തീർക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതായിക്കോട്ടെ. പക്ഷെ ഇന്നലെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കാര്യമില്ലാണ്ട എന്റെ മെക്കിട്ട് കയറിയത്. എന്നിട്ടും ഞാൻ സഹിച്ചു. ഇനിയിപ്പോ അതല്ല, എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടത്തി എന്റെ മാനം കളയണതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നടക്കട്ടെ. ഓ, വലിയ മാനമുള്ള തറവാട്ടുകാരൻ. നീ തെങ്ങേറ്റക്കാരൻ രാമപ്പന്റെ മോനല്ലടാ, സുപ്രസിദ്ധ സിനിമാ നടൻ രാജാമണി. രാമപ്പൻ മാത്രല്ല, രാജാമണിയും തെങ്ങേറ്റക്കാരനായിരുന്നു. ചുമ്മാ എന്തിനാ സാറേ എന്റെ അപ്പന്റെ പേര് പറയണേ? ഇനി എന്റെ അപ്പന്റെ പേര് പറയരുത്. നീ ആരാടാ? എങ്ങാണ്ട് കിടന്ന് അണ്ടനും അടകോടനും ഒക്കെ 4 കാശുണ്ടാക്കി എന്റെ ഹുങ്ക് അല്ലേ? നീ പോലീസ് സ്റ്റേഷൻ പണിത് കൊടുത്തു, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു, കല്യാണം നടത്തി കൊടുത്തു. നീ ആരടാ? മഹാബലി തമ്പുരാനാ? സിനിമയിൽ പോലീസുകാരനെ തല്ലി പരിചയം കാണും, പക്ഷെ ഒറിജിനൽ പോലീസിന്റെ കൈയുടെ ചൂട് നീ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ തന്തയ്ക്ക് 1 അല്ല 10 വട്ടം ഞാൻ വിളിക്കും. ഹലോ ഈപ്പച്ച, ഞാൻ രാജമണിയുടെ മാനേജർ ജോസാ. ഇവിടെ പോലീസ് വന്നിട്ടുണ്ടേ, ആകെ അടിപിടിയാ. ഈപ്പച്ച ഉടനെ മിനിസ്റ്റർ SP വിളിച്ചൊന്ന് പറയണം. ഇത്തരം നാറ്റ കേസിലൊന്നും ഞാൻ ഇടപെടത്തില്ല കേട്ടോ. എന്തൊരു നാറ്റ കേസ്? ബലാത്സംഗം ഒന്നും അല്ലല്ല. അത്തരം കേസ് പോലും നിങ്ങൾ ഇടപെട്ട് തീർത്തു കൊടുക്കാറുണ്ടല്ലോ. ഇന്നലെ തൊട്ട് നിങ്ങളുടെ കാല് പിടിക്കുക ഈ പ്രശ്നം ഒന്ന് തീർക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർത്താ, ഇല്ലെങ്കിൽ ഇവിടെ ചാലക്കുടിയിൽ നല്ല ചങ്കൂറ്റുള്ള ആമ്പിള്ളാരുണ്ട്, അവര് തീർത്തോളും. സാറിനെ പഞ്ഞിക്കിടുന്നു.
നമ്മളിടപെടണ്ട, അയാൾക്കത് ആവശ്യം. ആ ഉണ്ടാക്കാന്ന് വിചാരിച്ചില്ലേ? തെങ്ങിക്കേറി ഓട്ടോ ഓടിച്ചും കൂലിപ്പണി ചെയ്തും തഴമ്പിച്ച കയ്യായത് ഇത് വെച്ചോണം തന്നണ്ടല്ലോ. സാറേ ADGP രാജാമണി ഇവിടെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണിത്. ദളിതരെ സംരക്ഷിക്കുക, ഒപ്പം നിൽക്കുക എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ ഇതൊക്കെ വെറും പറച്ചിൽ മാത്രമാകുന്നു. ആ വിഭാഗത്തിൽപ്പെട്ടവരോട് ഒരു പുച്ഛ മനോഭാവമാണ് പലരും മനസ്സിൽ വെക്കുന്നത്. മണിക്ക് പകരം മലയാള സിനിമയിലെ മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാറാണ് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ പെരുമാറുമായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ ജാതി മതമൊക്കെ ഉണ്ടോ സർ? മലയാള സിനിമയിലെന്നല്ല, നമ്മുടെ നാട്ടിലാകെ കാര്യത്തോടടുക്കുമ്പോൾ ജാതിയും നിറവും ഒക്കെ പൊങ്ങി വരും. പക്ഷേ അത്തരക്കാരെ പോലീസ് സർവീസിൽ വെച്ച് ഉറപ്പിക്കില്ല.